നമസ്കാരം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവാണ് 2026 മാർച്ച് 13 ആസാമിലെ ഗോഹത്തിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷകർക്ക് സമ്മാനിച്ചത്. അതിനുശേഷം 23ാം ഗഡു എപ്പോൾ ലഭിക്കുമെന്നാണ് രാജ്യത്തെമ്പാടുമുള്ള കർഷകർ ഉറ്റുനോക്കുന്നത്. അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അടുത്ത ഗഡു ഉടൻ തന്നെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് ചർച്ചകൾ. കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡു എപ്പോഴാണ് വിതരണം ചെയ്യുക? അടുത്ത ഗഡു ഉറപ്പാക്കാനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 23ാം ഗഡുവായി കിട്ടുക 2000 രൂപയാണോ അതോ 4000മോ? PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. അടുത്ത ഗഡു എപ്പോൾ വരുമെന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം അതിനോട് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും വൈകില്ല എന്നതാണ് പ്രതീക്ഷകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവിന്റെ വിതരണത്തോടുകൂടി 4.28 ലക്ഷം കോടിയിലധികം ധനസഹായം കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തി കഴിഞ്ഞു. അതിൽ 2.17 കോടിയിലധികം വനിതാ ഗുണഭോക്താക്കളുമുണ്ട്. വനിതാ ഗുണഭോക്താക്കൾക്ക് മാത്രമായി 1.1 ലക്ഷം കോടി രൂപയിലധികമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. കർഷകർ കാത്തിരിക്കുന്ന 23ാം ഗഡു ഉറപ്പാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. 23ാം ഗഡു എപ്പോൾ ലഭിക്കുമെന്ന ചർച്ചകൾ ശക്തമാകുമ്പോൾ 2026 ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ ആയിരിക്കും അതിന്റെ വിതരണം നടക്കുക എന്നതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 23ാം ഗഡു ലഭിക്കുമെന്ന് ഉറപ്പാക്കണമെങ്കിൽ PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. EKYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതാണ് PM കിസാൻ ഇൻസ്റ്റാൾമെന്റുകൾ അക്കൗണ്ടിൽ എത്താതിരിക്കാനുള്ള പ്രധാന കാരണം. ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം, EKYC പൂർത്തിയാക്കിയിരിക്കണം, ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം നേരത്തെ പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് തടസ്സമൊന്നും ഉണ്ടാകില്ല. എങ്കിലും സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2000 രൂപയുടെ 3 ഗഡുക്കളായി വർഷത്തിൽ 6000 രൂപ സമ്മാനിക്കുന്ന PM കിസാന്റെ ഗഡുക്കൾ മുടങ്ങാതെ ലഭിക്കാൻ ഒരു കർഷക ID അത്യാവശ്യമാണ്. ഇപ്പോൾ കർഷക ID ഇല്ലാതെ PM കിസാനിലേക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാനും കഴിയില്ല. ഫാർമർ ID ലഭിക്കുന്നതിനായി കർഷകർ അവരവരുടെ സംസ്ഥാനത്തെ അഗ്രിസ്റ്റാക്ക് പോർട്ടൽ സന്ദർശിക്കേണ്ടതാണ്. കോമൺ സർവീസ് സെന്ററുകളിലൂടെയും ഇത് ചെയ്യാവുന്നതാണ്. PM കിസാനുമായി ബന്ധപ്പെട്ട നമ്മുടെ പുതിയ വിവരങ്ങൾ അറിയുന്നതിനായി സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് pmkisan.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഫാർമേഴ്സ് കോർണറിലുള്ള ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകി ക്യാപ്ച ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നും അത് മനസ്സിലാക്കാനാകും. ഇനി രജിസ്ട്രേഷൻ നമ്പർ അറിയാത്തവരാണെങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന പേജിൽ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ എന്നീ 2 ഓപ്ഷനുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ആ നമ്പർ താഴെ കാണുന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലും താഴെയുള്ള കോളത്തിൽ ക്യാപ്ച ടൈപ്പ് ചെയ്യുക. ശേഷം ഗെറ്റ് മൊബൈൽ OTP അല്ലെങ്കിൽ ഗെറ്റ് ആധാർ OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു OTP വരും. അത് എൻ്റർ OTP എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. പിന്നീട് ബാക്കിലേക്ക് പോയി നോ യുവർ സ്റ്റാറ്റസിൽ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. PM കിസാൻ അടുത്ത ഗഡു 4000 രൂപയാണ് കിട്ടുകയെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചില മെസ്സേജുകൾ പ്രചരിക്കുന്നുണ്ട്. അത് സത്യമല്ല. നിലവിൽ ലഭിക്കുന്ന 2000 രൂപ തന്നെയാണ് ലഭിക്കുക. ഇതുപോലുള്ള വ്യാജ വാർത്തകളിൽ വീഴരുത്. 23ാം ഗഡു ലഭിക്കുന്ന തീയതി ഔദ്യോഗികമായി അറിയുന്നതുവരെ കാത്തിരിക്കുക. ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ 23ാം ഗഡു നമ്മുടെ അക്കൗണ്ടുകളിലെത്തും.